ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു തോരൻ എന്ന് വെച്ചാൽ പടവലങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പടവലങ്ങയുടെ പുറംതൊലിയൊക്കെ ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റും പടവലങ്ങയും ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം, വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പടവലങ്ങയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തു. കാര്യം അരിഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല, രാവിലെ അല്ലേ, തിരക്കായിരിക്കും. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ച് അപ്പോൾ നമ്മുടെ അരി ഇവിടെ തിളച്ച് ഒരുവിധം ആയി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചീനി ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇളക്കിട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ശരിയാവും. ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചേക്കാം. അപ്പോൾ ആവിയിലിരുന്ന് വെന്തോളും. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, ജീരകം, ഒരു 2-3 ചെറിയ കഷ്ണം അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആവിയിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി അന്ന് ആവിയിൽ വെന്തോളും. അപ്പോൾ ഞാൻ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ അരപ്പിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അവിടെ അരപ്പതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് തീ കൂട്ടി വെച്ച് ഇളക്കാം. അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റി ചോറ് സെറ്റായി വരും. അതില്ലേ നല്ല കളറും പച്ചയും ചുവപ്പും കളറും നല്ല തോരയുണ്ട്. ഇത് നമ്മുടെ പടവലങ്ങയും ക്യാരറ്റും കൂടെയുള്ള തോരൻ റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് തുറന്ന് വെച്ചപ്പോൾ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വറ്റിക്കോളും. കുറച്ച് നെത്തോലി ഫ്രൈ ആക്കുന്നുണ്ടേ. സമയം കൊണ്ട് എൻ്റെ ചോറൊക്കെ വെന്തിട്ടുണ്ട്, ചോറ് വടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളിലേക്ക് കോരി വെച്ച് ചോറും നമ്മുടെ തോരനും പിന്നെ കുറച്ച് മാങ്ങാച്ചാറും വെച്ചിട്ടുണ്ട്. ഒരാളുടെ പാത്രത്തിൽ മീൻ പൊരിച്ചത് വയ്ക്കുന്നുണ്ട്, നെത്തോലി മീൻ. ഒരാൾക്ക് മുട്ട ഞാൻ പൊരിച്ച് വയ്ക്കുന്നുണ്ട്. കാരണം ചെറിയ മോള് ഈ മീൻ കഴിക്കില്ല. ഈ മീനല്ല, അത് ചെറിയ മീനായതുകൊണ്ടാണ്, അതിൽ മുള്ളുള്ളത് കൊണ്ട് കഴിക്കില്ല. വലിയ മോള് കഴിക്കും. അതുകൊണ്ട് പിന്നെ ഒരാൾക്ക് മുട്ടയും കൂടെ ഞാൻ പൊരിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.